ഹായ്, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വയനാട് ജില്ലാ പഞ്ചായത്ത് നടത്തിയ പീക്ക് ടു പ്രോസ്പർ അതായത് യൂണിറ്റ് ടെസ്റ്റിൻ്റെ മന്ത്ലി ടെസ്റ്റ് സീരീസിലെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ പല കൂട്ടുകാരും ഇത് ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം പുതിയ സിലബസാണ്, അതുകൊണ്ട് തന്നെ പുതിയ പാറ്റേൺ ആണ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ പാറ്റേണിലുള്ള കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. മുൻ വർഷങ്ങളിൽ 4-5 വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിലൊന്നും കാണാത്ത രീതിയിലുള്ള ടൈപ്പ് ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. കാരണം നല്ല സ്റ്റാൻഡേർഡിൽ നമ്മുടെ വിദ്യാഭ്യാസം പോകണമെങ്കിൽ ഇതേപോലെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും അതുപോലെയുള്ള ഈ പുതിയ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം തന്നെയാണ്. എന്തായാലും ഞാൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നിങ്ങളും സ്വാഗതം ചെയ്യണം. കാരണം നമ്മൾ ഈ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പേപ്പറാണിത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇതിനകത്തില്ല. കാരണം നിങ്ങൾ പഠിച്ച ഓരോ കോൺസെപ്റ്റുകളും തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിക്കുന്ന രീതികളിൽ മാത്രമാണ് വ്യത്യാസം. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, സമയം കളയണ്ട. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കാം, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ തന്നെ ലീഡ്സിൽ തന്നെ കുട്ടികൾ അയച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും നിങ്ങളുടെ കൈവശം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 3, 8, 13 ഒരു സമാന്തര ശ്രേണിയാണ്. 3, 8, 13 എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ദെൻ രണ്ട് പ്രസ്താവനകൾ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദിസ് ഈസ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 5. അതായത് 3, 8, 13 എന്ന് പറയുന്ന സീക്വൻസ്, അതായത് 3, 8, 13 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ നിർവചനം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ദിസ് ഈസ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇത് നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സീക്വൻസ് ആണ്. എങ്ങനെയാണ് ഉണ്ടായത്? വിച്ച് ലീവ്സ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 5. അതായത് ദിസ് ഈസ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യയാണ്. എണ്ണൽ വിച്ച് ലീവ്സ് റിമൈൻഡർ 3. ഓക്കെ, നാച്ചുറൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് റിമൈൻഡർ കിട്ടണം? ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരണം. ഓക്കെ, ഏതുകൊണ്ട് ഹരിക്കുമ്പോൾ? വിച്ച് ലീവ്സ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 5. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3 എന്ത് ചെയ്യണം? 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3 റിമൈൻഡർ വരണം. എന്ത് വരണം? ശിഷ്ടം വരണം, അല്ലേ? 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി നമുക്കൊന്ന് എഴുതി നോക്കാം. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന നമ്പറുകൾ ഏതൊക്കെയായിരിക്കും? 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 3 വരണം, അല്ലേ? ഇങ്ങനെ നമുക്കൊരു സീക്വൻസ് എഴുതാനും ടെക്സ്റ്റ് ബുക്കിൽ ഇതേ രീതിയിലൊരു ചോദ്യമുണ്ട്. 3 റിമൈൻഡർ വരണമെങ്കിൽ ആ റിമൈൻഡർ ആയിരിക്കണം ഫസ്റ്റ് ടേം. ദെൻ ഏതും കൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് അതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. അപ്പം 5, 3, 8, 3, 13 എന്ന് നമുക്ക് എഴുതി വെക്കാം, അല്ലേ? ശരിയാണ്. ഈ സീക്വൻസിലേക്ക് എത്തി. നമ്മൾ ഇവിടെ നോക്കുന്നേ ഇല്ല കേട്ടോ. നമ്മൾ ഇതേ പറഞ്ഞോളൂ. ദിസ് ഈസ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 5. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ ആദ്യ പദം ഏതാണോ റിമൈൻഡർ അത് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതുകൊണ്ടാണോ ഹരിച്ചത് അതാണ് 5. അപ്പോൾ 3, 8, 13, 3, 5, 8, 5, 13 കിട്ടി. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന അപ്പോൾ എന്താണ്? ശരിയാണ്. കാരണം ആ പ്രസ്താവന അനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതേ സീക്വൻസ് തന്നെയാണ് കിട്ടുന്നത്. ഏത് സ്റ്റേറ്റ്മെൻറ്റ്? എ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ബി ഒന്ന് നോക്കാം. ഇത് 5ൻ്റെ ഗുണിതങ്ങളിൽ നിന്നും 2 കുറച്ചാൽ കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ്. This is a sequence which contains natural numbers obtained by subtracting 2 from multiples of 5. 5ൻ്റെ മൾട്ടിപ്പിൾസുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാലോ. 5, 10, 15, 20 എക്സെട്രാ, അല്ലേ? അതല്ലേ 5ൻ്റെ ഗുണിതങ്ങൾ. അതിൽ നിന്നും ഏത് കുറച്ചാലാണ്? 2 കുറച്ചാൽ കിട്ടുന്ന സീക്വൻസ് ആണ്. നമുക്ക് കുറച്ച് നോക്കാം. ഈ 5ൽ നിന്ന് 2 കുറയ്ക്കാം. എത്ര കിട്ടും നമുക്ക്? 3 എന്ന് കിട്ടും. 10ൽ നിന്ന് നമുക്ക് 2 കുറയ്ക്കാം, 8 എന്ന് കിട്ടും. യെസ്, 15ൽ നിന്ന് നമുക്ക് 2 കുറയ്ക്കാം. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. യെസ്, വി ഗോട്ട് ദ സെയിം സീക്വൻസ്. ഇതേ സീക്വൻസ് തന്നെ നമുക്ക് കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരം നമുക്ക് എന്ത് പറയാൻ പറ്റും?
സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എ ഈസ് കറക്റ്റ് ആൻഡ് നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? എയും ബിയും എന്താണ്? കറക്റ്റാണ്. എ ചെയ്താലും ബി ചെയ്താലും 3 8 13 കിട്ടുക. അങ്ങനെയെങ്കിൽ എയും ബിയും കറക്റ്റാണ് എന്ന് പറയുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിനകത്തുള്ളത്? ആദ്യം ചെയ്ത് നോക്കണം, എന്നിട്ടേ നിങ്ങൾ ഓപ്ഷനിലിട്ട് നോക്കാവുള്ളൂ. അപ്പോൾ 2 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 1 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സമയമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു സമാന്തര ശ്രേണിയുടെ 2ാം പദം 3, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ സാധനങ്ങളൊന്ന് എഴുതി വെക്കാം. 2ാം പദത്തിന് നമുക്ക് x2 എന്ന് എഴുതാം. x2 എത്രയാണ്? 3 ആണ്. ദെൻ 6th ടൈം 6ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. 6ാം പദം 13 ആണ്. 6th ടൈം ഈസ് 13. വാട്ട് ഈസ് ദ 10th ടൈം ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ 10ാം പദം എത്രയാണ്? പല രീതിയിൽ ചെയ്യാം, ബട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യണം. കാരണം ഇതിന് 1 മാർക്കേ ഉള്ളൂ. 1 മാർക്ക് ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം എന്ത് ചെയ്യരുത്? സ്പെൻഡ് ചെയ്യരുത്. നമുക്ക് 10ാം പദമാണ് കിട്ടേണ്ടത്. 6ാം പദത്തിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസങ്ങൾ കൂട്ടിയാലാണ് 10ാമത്തെ പദം കിട്ടുക? നിങ്ങൾക്കറിയാം, 6ാമത്തേൻ്റെ കൂടെ 1 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ 7, 2 8, 3 ആണോ 9, 4 10 അല്ലേ? 6ഉം 4 നോക്കിയാൽ മതി. അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് 4 പൊതുവ്യത്യാസങ്ങൾ അല്ലെങ്കിൽ 4 കോമൺ ഡിഫറൻസുകൾ ആയിരിക്കും. അപ്പോൾ 4 കോമൺ ഡിഫറൻസുകളായിരിക്കും. 4D ആണ് വേണ്ടത്. ഏതിൻ്റെ കൂടെ ചേർക്കാൻ? 6th ടൈമിൻ്റെ കൂടെ 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അപ്പോൾ ഇനി എവിടെ നിന്ന് പൊതുവ്യത്യാസം കിട്ടും? നിങ്ങൾക്ക് പൊസിഷനും ടൈമും തന്നിരിക്കുന്നതുകൊണ്ട് അത് ഉപയോഗിച്ച് ഡി കണ്ടുപിടിക്കാം കേട്ടോ. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലാതെയും ചെയ്യാം. നോക്ക്, ഈ 2ഉം 6ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 2ാമത്തെ പദവും 6ാമത്തെ പദവും 4 പൊതുവ്യത്യാസത്തിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ? 4 പൊതുവ്യത്യാസങ്ങളാണ് അതിൻ്റെ ഇടയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4D = 4 പൊതുവ്യത്യാസം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 13ൽ നിന്ന് 3 കുറച്ചാൽ മതി. കാരണം ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4 പൊതുവ്യത്യാസങ്ങളാണ് അല്ലേ? 6th ടൈമും സെക്കൻഡ് ടൈം എത്ര എണ്ണം? അല്ലേ? 4 എണ്ണമാണ് വരിക. 4 എണ്ണമാണ് വരിക. അങ്ങനെയെങ്കിൽ 4D = 13 - 3 എത്രയാ? 4D = 13 - 3 എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി. ഇത് മതി നമുക്ക്. 4D = 10, 4 പൊതുവ്യത്യാസം. കാരണം നമ്മളോട് ചോദിച്ചേക്കുന്ന 10ാമത്തെ പദം മാത്രമാണ്. അങ്ങനെയെങ്കിൽ 10th ടൈം = 10ാം പദം സമം 10th ടൈം = 6ാമത്തെ പദത്തിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 6ാം പദം നമുക്ക് അറിയാം, അത് 13 ആണ്. 13ൻ്റെ കൂടെ 10ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടി? 23 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും നീട്ടി വലിച്ച സ്റ്റെപ്പിൻ്റെ ആവശ്യം അവിടെ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ഒരു കാര്യങ്ങളോട് ഒന്ന് എടുത്തെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. 1 മാർക്കിനൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ? അതെ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ പ്രസ്താവന, സ്റ്റേറ്റ്മെൻറ്റ്. ഇവനെയാണ് നമുക്ക് പരിചയമില്ലാത്തൊരു സാധനം അല്ലേ? ഇവരെ നമുക്ക് വലിയ പരിചയമില്ല. പുതിയതായിട്ട് വന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ. പ്രസ്താവന: ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക 360 ആണ്. എങ്ങനെ? ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദത്തിൻ്റെയും 6th ടൈം 6ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക എത്രയാണ്? 360 ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 4ാം പദത്തിൻ്റെയും 4th ടൈമിൻ്റെയും 10th ടൈമിൻ്റെയും സമ്മ് x4 + x10 = ഓൾസോ എത്രയാണ്? 360 ആണ്. അതും 360 ആണ്. ഇനി കാരണം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റീസൺ തന്നിട്ടുണ്ട്. റീസൺ പറഞ്ഞേക്കാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ കാരണം നമ്മളോട് പറയുകയാണ് കേട്ടോ. നോക്ക്, ഒരു സമാന്തര ശ്രേണിയിൽ സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ ആ സ്ഥാനങ്ങളുടെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. സ്ഥാനങ്ങളുടെ തുക, ഇതാണ് പൊസിഷൻ. ഓക്കെ, പൊസിഷൻ നോക്ക്. റീസൺ നോക്ക്. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻസ് ഈസ് ഈക്വൽ. പൊസിഷൻ ഈക്വൽ ആണെങ്കിൽ ടു സം ഓഫ് അതർ 2 പൊസിഷൻ, then the sum of the terms at each pair is the same. പൊസിഷൻ സെയിം ആണെങ്കിൽ ആ പെയറിൻ്റെ സമ്മും, ഓക്കെ, ആ പെയറിൻ്റെ നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാലും ഒരേ ആൻസർ കിട്ടുമെന്നാണ് ഒരു പ്രസ്താവന. നോക്കിയേ, നമുക്ക് നോക്കാം. ഇതിൻ്റെ പൊസിഷൻ കൂട്ടിക്കഴിഞ്ഞാൽ 6 ഉം 8ഉം 14. ഓക്കെ,
താഴത്തേൻ്റെ കൂട്ടിക്കഴിഞ്ഞാലും 10 4 14. പൊസിഷൻ കൂട്ടുമ്പോൾ ഒരേ ആൻസറാണ് കിട്ടിയത്. പൊസിഷൻ കൂട്ടിയപ്പോൾ നമുക്ക് ഒരേ ആൻസറാണ് കിട്ടിയത്. ദെൻ അതിൻ്റെ ആൻസർ ഉത്തരങ്ങൾ ആ ടേമുകൾ കൂട്ടുമ്പോഴും പദങ്ങൾ കൂട്ടുമ്പോഴും എത്ര തന്നെ കിട്ടി? 360 കിട്ടി. അങ്ങനെ പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 360 തന്നെ കിട്ടി. ഓക്കെ, ഈ പ്രസ്താവന ശരിയാണോ? നമുക്ക് ശരിയാണോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ഒരു സംഗതിയുണ്ട്. ഞാനത് നീട്ടി വലിച്ചെഴുതുകയാണ്, കാരണം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റും. വലിയ വലുപ്പത്തിലൊന്നും എഴുതുന്നില്ല, എന്നാലും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. x1, x2, x3, x4, x5, x6, x7, x8, 8 വരെ ഉള്ളൂ. 8 അല്ല, 10 വരെയുണ്ട്. x9, x10. നിങ്ങൾക്കറിയാം ഇതിനെ പെയർ ചെയ്യുമ്പോൾ 6ഉം 8ഉം പെയർ ചെയ്തു, 4ഉം 10ഉം പെയർ ചെയ്തു. ഇത് 360 ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടുമ്പോൾ കിട്ടുന്ന 360 ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടുന്നതും 360 തന്നെയായിരിക്കും. അതായത് ഒരേ ഡിസ്റ്റൻസിലുള്ള സംഖ്യകളാണ് കൂട്ടുന്നത് അല്ലേ. ഇവിടെ നിന്ന് ഒരെണ്ണം അപ്പുറേ, ഇവിടെ നിന്ന് ഒരെണ്ണം ഇപ്പുറേ പെയർ ചെയ്തു. ദെൻ 2 എണ്ണം മാറിയിട്ടും 1 2 മൂന്നാമത്തെയാണ്. ഇവിടെ നിന്ന് 1 2 മൂന്നാമത്തെയാണ്. ഒരേ പൊസിഷനുള്ളതാണ് എന്ത് ചെയ്തത്? കൂട്ടിയത്. ഒരേ പൊസിഷനുള്ള കൂട്ടിക്കഴിഞ്ഞാൽ ഒരേ സമ്മ് കിട്ടുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരേ പൊസിഷൻ ഒരേ സ്ഥാനത്തുള്ളത് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരേ തുക കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ കേസിൽ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, അതിൻ്റെ റീസണും എന്താണ്? കറക്റ്റാണ് അല്ലേ? ഒരേ പൊസിഷനിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതേ ആൻസർ കിട്ടും നമുക്ക്. അങ്ങനെയെങ്കിൽ ഏതാ ഇതിനകത്ത്? സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റ് ആയിട്ടുള്ളത്. ബോത്ത് ആർ കറക്റ്റ്. റീസൺ ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ബോത്ത് ആർ കറക്റ്റ്. റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടും ശരിയാണ്. പ്രസ്താവനയെ കാരണം സാധൂകരിക്കുന്നു. ദിസ് ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റാണിത്. ആ പറഞ്ഞിരിക്കുന്ന കറക്റ്റാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് പഠിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. കഴിഞ്ഞ വർഷമൊന്നും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത് ഉപയോഗിച്ച് എന്ത് ചെയ്താൽ മതിയായിരുന്നു? കണക്കുകൾ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് തന്ന സ്ഥിതിക്ക് നമുക്ക് ഓണപ്പരീക്ഷയ്ക്കും ആ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഓക്കെ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കണമെന്ന് ടീച്ചർമാർ പറയാറില്ലേ? ആ സാധനങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കോളത്തിൽ വരച്ച് വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ക്ലിയറായിട്ട് പഠിക്കണം. ഓക്കെ, പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുക. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യനാണ്, കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. ദെൻ അടുത്തത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്, വർഷങ്ങളായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. O. ദെൻ ACB is equal to ACB and this is D. ACB is equal to 80 ഡിഗ്രി. ഇത് 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി കോണുകൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ ചിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുക. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയാൽ ഇത് 80 ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് എത്രയാണ്? 160 ഡിഗ്രിയാണ്. കാരണം ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. മറുചാപത്തിൽ അല്ലെങ്കിൽ മറുഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന കോണ് കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ അത് 80 ആണെങ്കിൽ ഇതെന്തായിരിക്കും? അതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലടാ. കാരണം സെൻട്രൽ ഉണ്ടാക്കുന്നതിൻ്റെ പകുതിയാണ് അപ്പുറത്തുള്ളത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും നടക്കേണ്ട. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം എത്രയാണത്? 160 ഡിഗ്രിയാണ്. ദെൻ ഈ ആംഗിൾ നിങ്ങൾക്കറിയാം, കാരണം ഈ സിയും ഡിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. കാരണം ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റിലുള്ള കോണുകൾ 180 ഡിഗ്രി ആയിരിക്കും. സമ്മ്, അതായത് സപ്ലിമെൻ്ററി ആയിരിക്കും അത്. അതായത് ഖണ്ഡങ്ങളിലെ കോണുകൾ എന്തായിരിക്കും? കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പോൾ ഇത് 80 ആണെങ്കിൽ 100 കിട്ടണം. 100 കിട്ടണമെങ്കിൽ 100 അല്ല 180 കിട്ടണം. 180, ഞാൻ ആൻസറാണ് പറയുന്നത്. 180 കിട്ടണമെങ്കിൽ ഇത് എത്രയാവണം? 100 ആവണം. അപ്പോൾ ശരിയല്ലേ? 80 100 180. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചേരുമ്പടി ജസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കാം. കാരണം നമുക്ക് ഈ ഓപ്ഷനാണ് എടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പം ADB എത്രയാണ് നമുക്ക് കിട്ടിയത്? ADB 100 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ 1 സിയിലേക്കാണ് പോയത്. ദെൻ അടുത്തത് AOB എത്രയാണ്? 160 ഡിഗ്രിയാണ്. അതായത് 1 ഏതിലോട്ട് പോയി? സിയിലേക്ക് പോയി. 2 ഏതിലേക്ക് പോയി? ബിയിലേക്ക് പോയി. 1 സിയിലേക്കും 2 ബിയിലേക്കും. ഏതാ ഓപ്ഷൻ? ഒന്നാമത്തെ ഓപ്ഷൻ.
സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ചോദിച്ചതിൻ്റെ സ്റ്റൈല് മാറി, വേറെ പഠിച്ചതിന് യാതൊരു വ്യത്യാസവുമില്ല. ചോദിച്ചതിൻ്റെ സ്റ്റൈൽ കുറച്ചങ്ങ് മാറ്റിയിട്ടെന്ന് മാത്രം. ഓക്കെ, ഒരിക്കലും ചോദ്യം കാണുമ്പോൾ ബേജാറാവരുത് കേട്ടോ. എന്തും പ്രതീക്ഷിക്കുക, എന്തും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം. കാരണം നിങ്ങൾക്കറിയാത്തതൊന്നും തന്നെ, നിങ്ങൾ പഠിക്കാത്തതൊന്നും തന്നെ നിങ്ങളോട് ചോദിക്കില്ല എന്ന് ഉറപ്പായിട്ടും അങ്ങനെ വിചാരിച്ചോളൂ. ഓക്കെ, കൂളായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് പരീക്ഷ എഴുതണം. ടെൻഷൻ ആവരുത്. പരിചയമില്ലാത്ത ചോദ്യം കാണുമ്പോഴേക്കും ടെൻഷൻ ആയി കഴിഞ്ഞ് ബേജാറായി, അയ്യോ പഠിച്ചോരോ രക്ഷയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ് ഈ സാധനം എന്ത് ചെയ്യില്ല, കിട്ടില്ല, മൈൻഡിലുണ്ടാവും, ഇതങ്ങ് പോകും. ചിലപ്പോൾ സാറിപ്പോൾ പറയുമ്പോഴായിരിക്കും അയ്യോ ഇതായിരുന്നോ കാര്യം, എനിക്കറിയാമായിരുന്നൊന്നും പറഞ്ഞിട്ട് എന്തുണ്ടാവില്ല, അന്നേരം കാര്യം ഉണ്ടാവില്ല. ഓക്കെ, കൂൾ. ഒരു പരീക്ഷയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ദെൻ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. 2, 7, 12. 2, 7, 12 ഒരു സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ശ്രേണിയുടെ അഞ്ചാം പദം കാണുക. നമുക്കിതങ്ങ് തുടർച്ചയായിട്ട് എഴുതി പോയാൽ പോരെ അല്ലേ? ഒന്നാമത് ക്വസ്റ്റ്യൻ ആണ്, നമുക്കിവിടെ തന്നെ എഴുതി പോകാന്നേ. 2, 7, 12 ഫസ്റ്റ് ടൈം 2. പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക? തൊട്ട് മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലെ ടൈം നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. 7ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാണ്? 5 ആണ്. 3 പദം എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് എഴുതാം. 12 5 17, 17 5 എത്രയാ? 22 എക്സെട്ര. ഇനി നോക്ക്, ശ്രേണിയുടെ അഞ്ചാം പദമാണ്. അഞ്ചാം പദമാണ് ചോദിച്ചിരിക്കുന്നത്. അഞ്ചാം പദം A is equal to, ഞാനിവിടെ ഇത് എഴുതി വെച്ചു അല്ലേ, A is equal to 1 2 3 4 5. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 22. A is equal to 22. A is equal to എന്നല്ല, ശ്രേണിയുടെ ഫിഫ്ത്ത് ടൈം ഈസ് ഈക്വൽ ടു, കുറച്ചും കൂടി ഭംഗിയായിട്ട് എഴുതാം. ഫിഫ്ത്ത് ടൈം ചോദിച്ചു കഴിയുമ്പോൾ ഫിഫ്ത്ത് ടൈം തന്നെ എഴുതിക്കോളൂ. x5 അല്ലെങ്കിൽ അഞ്ചാം പദം അല്ലെങ്കിൽ ഫിഫ്ത്ത് ടൈം ഇസ് ഈക്വൽ ടു 22. ദാറ്റ്സ് എ പെർഫെക്റ്റ് ആൻസർ. ആൻഡ് ബി ക്വസ്റ്റ്യൻ എന്താണ്? ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക. സം ഓഫ് 9 ടേംസ്. 9 പദങ്ങളുടെ തുക നിങ്ങൾക്കറിയാം. 9 പദങ്ങളുടെ തുക. ചോദിച്ച സമ്മിൻ്റെ എണ്ണം 9. ഓഡ് നമ്പറാണ്. എന്ത് വരണം മനസ്സിൽ? ടീച്ചറിൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടാലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുള്ളവർക്കും അറിയാം. മിഡിൽ ടേം വരണം. എന്ത് വരണം? മിഡിൽ ടേം വരണം. അങ്ങനെയെങ്കിൽ സം ഓഫ് 9 ടേംസ്, സം ഓഫ് 9 ടേംസ് എന്ന് പറയുന്നത് 9 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. 9 പദങ്ങളുടെ തുക പറഞ്ഞേ. 9 പദങ്ങളുടെ തുക സമം 9 പദങ്ങളുടെ തുക 9. പറഞ്ഞു x5. 9x5 ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. 9 ഇൻറ്റു x5 അല്ലടാ നമ്മൾ തൊട്ട് മുന്നേ എഴുതി വെച്ച എത്രയാണ്? ദാറ്റ് ഈസ് 22. 22. 9 ഇൻറ്റു 22 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടിയില്ലേ? 9 ഇൻറ്റു 22 എത്ര കിട്ടും? 22 ഇൻറ്റു 9 എത്ര കിട്ടും? 2 18 198. 198 എന്ന് ഉത്തരം കിട്ടും. കിട്ടിയോ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൃത്തത്തിലെ വ്യാസമാണ് AB. വൃത്തത്തിലെ വ്യാസമാണ്. AB ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. AB എന്താണ്? ഡയമീറ്റർ ആണ്. AB എന്താണ്? ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? AB ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. വാട്ട് ഈസ് ദ ആംഗിൾ C? അങ്ങനെയെങ്കിൽ ആംഗിൾ C എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. യു നോ ദാറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെമി സർക്കിൾ എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ വ്യാസം എന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരണം എന്ത്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എത്രയാണ്? നിങ്ങൾക്കറിയാം. എത്രയാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ? 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലേക്കാണ് 90 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എത്രയാണ്? ആംഗിൾ C ഈസ് ഈക്വൽ ടു, ഒരു സംശയം വേണ്ട, വിച്ച് ഈസ് 90 ഡിഗ്രി. 90 ഡിഗ്രി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയുന്ന സാധനം. ദെൻ അടുത്തത് AC ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഞാനൊന്ന് ഇവിടെ എഴുതട്ടെ. AC എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. BC ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. BC എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. 9ാം ക്ലാസ്സിലൊക്കെ കണക്കുകൾ വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തവർക്ക് ഇത് വളരെ പെട്ടെന്ന് കിട്ടും. കാരണം ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. ABC എന്ന് പറയുന്നത് മട്ടത്രികോണമാണ്. ട്രയാങ്കിൾ ABC എന്ന് പറയുന്നതാണ് റൈറ്റ് ആംഗിൾഡ് ആണ്. ആണോ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ഇല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മട്ടത്രികോണമാണ്. മട്ടത്രികോണം. എന്താ മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ?
ഒരു ത്രികോണത്തിൻ്റെ ഒരു കോണ് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മട്ട ത്രികോണം എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ കണ്ടുപിടിക്കാൻ, രണ്ട് വശങ്ങൾ അറിയാം, മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു തിയറമാണ് ഇത്, പൈതഗോറസ് തിയറം അല്ലെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം. അതായത് നിങ്ങൾക്കറിയാം എന്താണ്? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. മലയാളത്തിൽ പറഞ്ഞാൽ കർണം സ്ക്വയർ സമം, ഓർമ്മ വരുന്നുണ്ടോ? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ചെറിയ ക്ലാസ് തൊട്ടേ നിങ്ങൾ പഠിച്ച സാധനമാണ്. ഓക്കെ, അത് ഉപയോഗിച്ച് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? കർണമാണ്, ഹൈപ്പോടെന്യൂസ് ആണ്, എ ബി ആണ്. എ ബി ഹൈപ്പോടെന്യൂസ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായേ? ചുമ്മാ ഞാൻ പറഞ്ഞപ്പം ഓക്കെ എന്ന് പറഞ്ഞാണ്? അല്ല, ഹൈപ്പോടെന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വശമാണ്. ഇതല്ലേ 90 ഡിഗ്രി, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? എ ബി. അങ്ങനെയെങ്കിൽ എ ബി ഈസ് എ ഹൈപ്പോടെന്യൂസ്. എ ബി ആണ് എന്ത്? കർണം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കർണത്തിന് പകരം ഞാൻ ഇനി എ ബി എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. ഹൈപ്പോടെന്യൂസ് എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ബേസും ആൾട്ടിറ്റ്യൂഡും തിരിഞ്ഞും മറിഞ്ഞും പോയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നുള്ളൂ? കൂട്ടുവാണ് ചെയ്യുന്നത്. എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആൻസർ മാറില്ല. അപ്പം ഞാൻ എടുക്കുകയാണ് 3 എന്നാണ് എടുത്തത്. 3 സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ 4 സ്ക്വയർ. ദെൻ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ എത്രയാ? 9. 4 സ്ക്വയർ എത്രയാ? 4 × 4 16. ലുക്ക് അറ്റ് ഹിയർ, എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. വാട്ട് ഈസ് ദാറ്റ്? എ ബി സ്ക്വയർ. നമുക്ക് എ ബി സ്ക്വയർ അല്ല അറിയേണ്ടത്, നമുക്കറിയേണ്ടത് എ ബി ആണ്. നമുക്കറിയേണ്ടത് എന്താണ്? എ ബി ആണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് റൂട്ട് എടുക്കും. എ ബി ഈസ് ഈക്വൽ ടു √25 സമം 5. കിട്ടിയില്ലേ? 5 സെൻറ്റിമീറ്റർ. അങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് എന്തെഴുതാം? ഇവിടെ 5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ബൈ യൂസിങ് ദ പൈതഗോറസ് തിയറം. ഇല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതൊരു പൈതഗോറിയൻ ട്രിപ്പിൾറ്റ് ആണ്. 3ഉം 4ഉം ആണെങ്കിൽ അടുത്തത് 5 ആയിരിക്കും. ഓക്കെ, 3ഉം 4ഉം ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 5 ആയിരിക്കും. അത് ഓർത്തിരിക്കുക. ഇനി 5ഉം 3ഉം ആണെങ്കിൽ അപ്പുറത്ത് ഏതായിരിക്കും? 4 ആയിരിക്കും. 4ഉം 5ഉം ആണെങ്കിൽ അടുത്ത ഏതായിരിക്കും? 3 ആയിരിക്കും. ഓർത്ത് വെക്കുക. ഓക്കെ, ഓർത്ത് വെക്കുക. ദെൻ ഇതേപോലെ വേറെ ട്രിപ്ലറ്റ്സ് ഉണ്ട്, അറിയാവോ? ഞാൻ എഴുതട്ടെ. അതായത് 6 സ്ക്വയർ 36, 8 സ്ക്വയർ 64, 36ഉം 64ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10, 6, 8, 10. ഇതേപോലെ തന്നെ എന്താണ്? പൈതഗോറിയൻ ട്രിപ്പിളറ്റ് ആണ് കേട്ടോ. വേറെയും കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ മറ്റ് ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഇതും ഓർത്തിരുന്നോളൂ, ചില സമയത്ത് ആവശ്യം വരും. കാരണം ഇത്രയും സ്റ്റെപ്പുകൾ എഴുതാണ്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതും വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോയ ഒരു ചോദ്യമാണ് അല്ലേ? ഇനി ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതി ചിന്തിക്കാത്തതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല, ചോദ്യങ്ങളുടെ സ്റ്റൈല് മാത്രം മാറ്റിയിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ചോദ്യമായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെയല്ല, ഇത് ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയല്ല ഇത് കൊടുത്തിരുന്നത്. ലുക്ക് അറ്റ് ഹിയർ. എന്നോട് ഇന്ന് രാവിലെ കുറച്ച് പേരൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു, സാറേ 7th ക്വസ്റ്റ്യൻ മാത്രം ഒരു സംശയമുണ്ടായി, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൺഫ്യൂഷനൊന്നും വേണ്ട, കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യുന്നതിന് പേടിക്കേണ്ട. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ലീഡ്സിൻ്റെ ഇതിന് മുമ്പത്തുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് പേജുകളൊന്നും എന്ത് ചെയ്യില്ല, ഈ പ്രൂവ് ദാറ്റ്, തെളിയിക്കുക എന്ന് പറയുന്ന സാധനം ഇടില്ല. അതാണ് നമുക്ക് തെളിയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അലർജിയാണ്. ഇഷ്ടമല്ല അല്ലേ തെളിയിക്കുക എന്ന് പറയുന്ന സാധനങ്ങൾ. ഓക്കെ, ഇതങ്ങനെയൊന്നും ഇല്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാടാ. നോക്ക്, സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ഓ ഇസ് എ സെൻറ്റർ. ഓ വൃത്തകേന്ദ്രമാണ്. പ്രൂവ് ദാറ്റ്, നമുക്ക് എന്ത് തെളിയിക്കണം? ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ BAC is equal to 90 ഡിഗ്രി. OCB ആംഗിൾ ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം. ഏതാണ്? OCB, ദിസ് ആംഗിൾ. ഓക്കെ, അതേപോലെ തന്നെ BAC, ദിസ് ആംഗിൾ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടുമെന്നാണ് തെളിയിക്കേണ്ടത്. ലിസൺ, നമുക്കറിയാം ഈ ട്രയാങ്കിൾ എന്താണ്? BOC എന്ന് പറയുന്ന ട്രയാങ്കിൾ BOC. ട്രയാങ്കിൾ BOCയുടെ പ്രത്യേകത എന്താണ്? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. സമ പാർശ്വ ത്രികോണമാണ്. പാർശ്വ
ത്രികോണമാണ്, സമപാർശ്വ ത്രികോണം. ഇല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയുന്നത് അതിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോണുകളും തുല്യമായിരിക്കും. ഇവിടെ നിങ്ങൾക്കറിയാം. ഇനി സമപാർശ്വം എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി നിങ്ങൾക്കറിയാം. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി. കാരണം എന്താണ്? റേഡിയാണ്. റേഡി, RADII എന്ന് എഴുതട്ടോ. റേഡിയസുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ആരങ്ങൾ. ആരങ്ങൾ, റേഡിയസ്. ഒന്നിൽ കൂടുതൽ റേഡിയസസ് എന്ന് പറയില്ല, എന്ത് പറയും? റേഡി എന്ന് പറയും, റേഡി എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും ആരങ്ങളായതുകൊണ്ട് തുല്യമാണ്. അതുകൊണ്ട് ഈ കോണുകളും എത്രയായിരിക്കും? തുല്യമായിരിക്കും. ലെറ്റ് ഇത് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. ആണോ? ഇൻ ട്രയാങ്കിൾ BOC, ത്രികോണം BOCയിൽ, ഇൻ ട്രയാങ്കിൾ BOC, ത്രികോണം BOCയിൽ നമുക്ക് കിട്ടി ആംഗിൾ B ഇസ് ഈക്വൽ ടു ആംഗിൾ C ഇസ് ഈക്വൽ ടു X ഡിഗ്രി. ഇനി ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ O എത്രയാണ്? ആംഗിൾ O ഇസ് ഈക്വൽ ടു, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, BOC എന്ന് പറയാം. BOC എന്ന് എഴുതാം. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവട്ടെ. BOC എന്ന് എഴുതാം. O എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആംഗിൾ BOC ഇസ് ഈക്വൽ ടു, ഒരു ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോണും, ഇത് എക്സും ഇത് എക്സുമാണ്. എക്സും എക്സും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു തേങ്ങയും വേറൊരു തേങ്ങയും കൂട്ടിയാൽ 2 തേങ്ങ ആണോ? അങ്ങനെയെങ്കിൽ ഒരെക്സും വേറൊരു എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2x കിട്ടും. അങ്ങനെയെങ്കിൽ ഇതെത്രയായിരിക്കും? ഓൾറെഡി ഇവിടെ 2x ഉണ്ട് അല്ലേ? 150 നിന്ന് 2x കുറയ്ക്കുന്ന ഉത്തരമായിരിക്കില്ലേ ഇവിടെ ഉണ്ടാവുക? ശരിയാണോ? 3 കൂട്ടിയാൽ 180. ഇത് 2 എക്സും എക്സും. അങ്ങനെയെങ്കിൽ 2x. ആ 180 നിന്ന് 2x കുറച്ചാൽ ബാക്കി ഇത് കിട്ടുമല്ലോ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 180 മൈനസ് 2x. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണ് ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ മറുഖണ്ഡത്തിൽ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പകുതിയാണ്. അങ്ങനെയെങ്കിൽ ഇത് 180, ഇവിടെ ശ്രദ്ധിക്കണേ, വളരെ സിമ്പിളാണ്. 180 മൈനസ് 2x ആണെങ്കിൽ, അത് 180 മൈനസ് 2x ആണെങ്കിൽ ഇതെത്രയായിരിക്കും? അതിൻ്റെ പകുതി ആയിരിക്കുമല്ലോ. അതായത് 180 മൈനസ് 2x പകുതിയായിരിക്കും. ശരിയാണോ? 180 മൈനസ് 2x/2 അതിൻ്റെ പകുതിയായിരിക്കും. കാരണം അത് മറുഖണ്ഡത്തിൽ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിളാണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ BOC എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതാം. നേരത്തെ എഴുതിയില്ലായിരുന്നു, അതൊന്ന് എഴുതി വെച്ചേക്കാം. എത്രയാണ്? 180 മൈനസ് 2x. ഓക്കെ, ദെൻ അടുത്തത് ആംഗിൾ BAC. therefore, അതുകൊണ്ട് ഒരു കുത്തുമേളിൽ 2 താഴെ. therefore ആംഗിൾ BAC ഇസ് ഈക്വൽ ടു, ഇതങ്ങ് എഴുതി വെച്ചേക്കാം. BAC എത്രയാണ് നമുക്ക് കിട്ടി? 180 മൈനസ് 2x ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ, ഇതിനെ നമുക്കൊന്നും കൂടി ഒന്ന് ശരിയാക്കാനുണ്ട്. ഓക്കെ, എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ 2 ടേമുകളെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം 2 കൊണ്ട് ഹരിക്കാൻ പറ്റും ഇതിനെയൊക്കെ. 2 കൊണ്ട് കട്ട് ചെയ്തേ. 180 2 എത്ര പ്രാവശ്യം പോവും? 18 2 എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം അല്ലേ? 9 പ്രാവശ്യം പോകും. ദെൻ 0 0. ഇനി നമ്മൾ ആരെ കട്ട് ചെയ്തു? നമ്മൾ ഈ 2നെ കട്ട് ചെയ്തു. ഓക്കെ, ഇനി ബാക്കി എന്താ ഉള്ളത് നോക്കിക്കേ. 2 കൊണ്ട് ഏതിനൊക്കെ കട്ട് ചെയ്യണം? ഇത് 2 വേറെ വേറെ ടേമുകളാണ്. അതുകൊണ്ട് ഓരോ ടേമിനെയും കട്ട് ചെയ്യണം. 180 മാത്രം 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞ് സാറേ 2 പോയില്ലേ, ഇനി ഇല്ലല്ലോ എന്നല്ല വിചാരിക്കുക. ആക്ച്വലി ഇത് ചെയ്യുന്നത് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി ഇവിടെ എഴുതിയേക്കാം. 2 കോമൺ ആയിട്ട് ഇവിടെ പുറത്തെടുത്തു കഴിഞ്ഞാൽ 180 എന്ന് പറയുന്നത് 2 × 90 ആണ്. അപ്പോൾ ഇവിടെ 90 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. മൈനസ് 2x നിന്ന് 2 പുറത്തെടുത്തു, പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? x ഡിവൈഡഡ് ബൈ 2. ആക്ച്വലി ഈ 2കളാണ് നമ്മൾ വെട്ടിക്കളയുന്നത്. ഓക്കെ, ഇത് സെപ്പറേറ്റ് ഞാൻ 2 കൊണ്ട് ഇങ്ങനെ ഹരിച്ചു എന്ന് മാത്രം. 2ഉം ശരിയാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 90 മൈനസ് x എന്ന് കിട്ടി. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം എന്താണ്? ആംഗിൾ OCB. ആംഗിൾ OCB എത്ര? ആംഗിൾ OCB വി നോ ദാറ്റ് എത്ര? OCB പ്ലസ് ആംഗിൾ BAC ആണ് കണ്ടുപിടിക്കേണ്ടത്. OCB എത്രയാണ്? OCB എത്രയാ?
എക്സ് ഡിഗ്രി. എക്സ് പ്ലസ് ആംഗിൾ ബി എ സി നമുക്ക് കിട്ടി 90 മൈനസ് എക്സ്. നോക്ക് ഇവിടെ നോക്ക്, ആൻസറിലേക്ക് നമ്മൾ വന്നു. ഇവിടെ നോക്ക്, എക്സ് മൈനസ് എക്സ്, എക്സിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ 0 പോയി. അതെന്തായി? ക്യാൻസലായി പോയി. അങ്ങനെയെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെ ഇനി ആര് മാത്രമേ ഉള്ളൂ? 90 മാത്രമേ ഉള്ളൂ. സോ വി ഗോട്ട് ദ ആൻസർ. ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഹെൻസ് പ്രൂവ്ഡ്. നമുക്ക് ആൻസർ കിട്ടിയോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. നമുക്കറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടത്. ക്ലിയർ? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ ഒരു ചോദ്യമുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും കൂടി വീഡിയോ റിവൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി കണ്ടു നോക്കണം. സിമ്പിൾ കാര്യങ്ങളെ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചുള്ളൂ. ഇതൊക്കെ ഞാൻ അഡീഷണൽ ആയിട്ട് എഴുതി വെച്ചതാണ്. 1, 2, 3, 4 5ാമത്തെ സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഓക്കെ, 7, 13, 19. 7, 13, 19. 7, 13 and 19 is an arithmetic sequence. ഇതൊരു സമാന്തര ശ്രേണിയാണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? നിങ്ങൾക്കറിയാം അല്ലേ? എത്രയാ കോമൺ ഡിഫറൻസ്? ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തൊട്ട് മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലെ കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 13 7 കുറയ്ക്കുക. എത്രയാ? 6 അല്ലേ? D is equal to 6. കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 6. പൊതുവ്യത്യാസം 6 എന്ന് കിട്ടി. ഫൈൻഡ് ദ 11th ടേം ഓഫ് ദി സീക്വൻസ്. ഈ ശ്രേണിയുടെ 11ാം പദം എത്രയാണ്? 11th ടേം, ബി ക്വസ്റ്റ്യൻ. 11th ടേം x11 ഈസ് ഈക്വൽ ടു 11th ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ, ആദ്യ ഭാഗത്തിൻ്റെ കൂടെ 10 പ്രാവശ്യം ആണോ? അതായത് f പ്ലസ് 10d f പ്ലസ് 10d 10 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. ഫസ്റ്റ് ടേം നമുക്കറിയാം എത്രയാണ്? 7 പ്ലസ് 10 ഇൻറ്റു ഡി നമുക്കറിയാം. 10d എന്ന് പറഞ്ഞാൽ എന്താ? 10 ഗുണിക്കണം d എന്നാണ്. അപ്പോൾ d എത്രയാണ് നമുക്കറിയാം? d എത്രയാണ്? 6 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 10 ഇൻറ്റു 6 60. അപ്പം നമുക്ക് എന്ത് കിട്ടി? 60 7 67 എന്ന് കിട്ടി. സോ ദ x11 11ാമത്തെ പദം നമുക്ക് എന്ത് കിട്ടി? 67 എന്ന് കിട്ടി. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എളുപ്പമാണോ? അതെ, 67 നമുക്കറിയാവുന്ന കാര്യമാണ്. ദെൻ വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് ഈസ് 187? 187 ഈ ശ്രേണിയിലെ എത്രാം പദമാണ്? പദമാണോ എന്നല്ല ചോദിച്ചത്, ആണ്. എത്രാമത്തേതാണ്? പദമാണോ എന്ന് ചോദിച്ചാലും എത്രാമത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിലൊന്ന് ചോദിച്ച സംഖ്യ 187. ചോദിച്ച സംഖ്യ ഗിവൺ നമ്പർ മൈനസ് ഫസ്റ്റ് ടേം ആദ്യ പദം ഡിവൈഡർ ബൈ കോമൺ ഡിഫറൻസ്. ഓക്കെ, കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ 1 കൂട്ടിയാൽ ആ നമ്പറിൻ്റെ പൊസിഷൻ കിട്ടും. എന്ത് ചെയ്യണം? ഗീവൺ നമ്പർ, തന്നിരിക്കുന്ന സംഖ്യ മൈനസ് ഫസ്റ്റ് ടൈം, കുറയ്ക്കണം ആദ്യ പദം, ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, ഹരിക്കണം പൊതുവ്യത്യാസം, അതിൻ്റെ കൂടെ വെറുതെ 1 കൂട്ടിയാൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാലോ. ഇത് സിമ്പിൾ കണക്കല്ലേ. 187 7 കുറച്ച് കഴിഞ്ഞാൽ 180 കിട്ടുക, നമുക്കറിയാലോ. ഡിവൈഡർ ബൈ 6, വെട്ടി ഹരിക്കാൻ അറിയുന്നവർക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടി. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. 18ൽ 6 3 പ്രാവശ്യം, 3 6 18 0 0 ഇറക്കിയിട്ടു നമ്മൾ. 0ൽ 6 0 പ്രാവശ്യമേ പോവുകയുള്ളൂ. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 30 കിട്ടി. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ വെറുതെ 1 കൂട്ടിയാൽ മതി. ഈ 1 കൂട്ടിയാൽ മതി. അങ്ങനെയെങ്കിൽ 187 എന്ന് പറയുന്നത് 31ാമത്തെ 31st ടേം ആയിരിക്കും. എന്തായിരിക്കും? 31ാമത്തെ ടേം ആയിരിക്കും. ഓക്കെ, 31ാമത്തെ പദം ആണ് 187 എന്നെഴുതാം. അറിയാവുന്ന കാര്യമല്ലേ? പഠിച്ചിട്ടുള്ള കാര്യമല്ലേ? ഓക്കെ, അന്നേരം ഒന്നും പരീക്ഷയ്ക്ക് എഴുതിയ സമയത്ത് ഈ സാധനം ഒന്നും അങ്ങ് മനസ്സിൽ വന്നില്ല എന്നല്ലേ? പ്രാക്ടീസ് ചെയ്യണം, ചെയ്ത് നോക്കണം. നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന പോലെയാണ് മാത്സ് എന്ന് പറയുന്നത്. സാധനങ്ങൾ ഇങ്ങനെ കയറിയ സൈക്കിളിൽ കയറി ഇരിക്കുക, ഹാൻഡിൽ നേരെ പിടിക്കുക, നേരെ ഇരിക്കുക, അതിനുശേഷം അല്ലേ നമ്മൾ ചവിട്ടാനുള്ള സാധനം പറ്റില്ലേ, ഒന്ന് ചവിട്ടി
ഒന്ന് ചവിട്ടി കറക്കുക, അടുത്ത് വരുമ്പോൾ അടുത്തും കൂടി ചവിട്ടുക, ചവിട്ടി ചവിട്ടി നേരെ പോകുക, ആസ്വദിച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നേരെ ഇരിക്കാൻ ആദ്യം പഠിക്കണം. ചിലപ്പോൾ നേരെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടാക്കി ഇരിക്കുക, നമ്മൾ ഉരുണ്ട് കെട്ടി വീഴും. പിന്നെ നമ്മൾ നന്നായിട്ട് ഭംഗിയായിട്ട് സൈക്കിൾ ഓടിച്ചിട്ടുമുണ്ട്, സൈക്കിളിൽ അഭ്യാസം കാണിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ്? പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. മാത്സും അങ്ങനെ തന്നെയാണ്. കാണുമ്പോൾ അത് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുന്നതിലുപരി നിങ്ങൾ വീണ്ടും അത് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പ്രാക്ടീസ് വേണം. നമ്മുടെ മുന്നിൽ ഒരുപാട് ദിവസങ്ങൾ ഇനിയും മുന്നോട്ടേക്കുണ്ട് അല്ലേ? നമ്മൾ ഫൈനൽ എക്സാം വരെ മാർച്ച് വരെ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ ഇതേപോലെ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാണ്ടല്ലോ മാത്സ് പൊളിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം ഒരു കൺസ്ട്രക്ഷനാണ്. കൺസ്ട്രക്ഷൻ അവിടെ നിൽക്കട്ടെ, കാരണം കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് ലീഡ്സ് അക്കാദമിയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതേ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുക? കൺസ്ട്രക്ഷൻ വരിക. ആ കാര്യം നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. സെയിം ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും കൂടുതലും, ബഹുഭൂരിപക്ഷവും എന്ത് ചെയ്യുക? അങ്ങനത്തെ ചോദ്യങ്ങളാണ് വരിക. ഏതാണ്ട് ഇതേ ടൈപ്പ് ഒരു ചോദ്യം നമ്മുടെ എവിടെയുണ്ട്? ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ അവിടെ നിൽക്കട്ടെ. കൺസ്ട്രക്ഷൻ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ഏറ്റവും അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മനസ്സിലായില്ലെങ്കിലും, കാരണം അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ദെൻ 10ാമത്തെ ചോദ്യം നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 72 ഒന്ന് കിട്ടിയ സാധനം ഒന്ന് എഴുതി വെച്ചേക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചോദ്യത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സം ഓഫ് 6 ടേംസ് അല്ലേ ഇസ് ഈക്വൽ ടു 72. 6 പദങ്ങളുടെ തുക 72. Then find the sum of first and 6th term of the sequence. ഈ ശ്രേണിയിലെ 1ാമത്തെയും 6ാമത്തെയും പദങ്ങളുടെ തുക എത്ര? ലിസൺ ഹിയർ. നമ്മൾ സമ്മ് ചോദിച്ചിട്ടുണ്ട്, തുക ചോദിച്ചിട്ടുണ്ട്. ആ തുകയുടെ എണ്ണം ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ വരുമ്പോൾ എന്ത് നമ്മുടെ മനസ്സിൽ വരണം? ഒറ്റ സംഖ്യയാണ് എണ്ണം വരുന്നതെങ്കിൽ മിഡിൽ ടേമാണ്, മധ്യപദമാണ് വരേണ്ടത്. ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ ഓർക്കുക, അവൻ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം. അവൻ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. ജോഡികളാക്കണം. എന്ത് ചെയ്യണം? ജോഡികൾ ആക്കണം. അപ്പോൾ ഇവനെ ജോഡികളാക്കി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് നീട്ടി വലിച്ചെഴുതട്ടെ. നീട്ടി വലിച്ചെഴുതുക കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ്. പരീക്ഷയ്ക്കൊന്നും വേണ്ട. x1 x2 x3 x4 x5 x6 6 പദങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞത്. ഇവനെ ജോഡികളാക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജോഡിയാക്കുക? 1ഉം 6ഉം, പിന്നെയോ 2ഉം 5ഉം, പിന്നെയോ 3ഉം 4ഉം. ഇങ്ങനെയല്ലേ നമ്മൾ അതിനെ ജോഡികളാക്കുക അല്ലേ? 1ഉം 6ഉം 2ഉം 5ഉം 3ഉം 4ഉമാണ് ജോഡികളാക്കുക. ഏറ്റവും അപ്പുറത്തുള്ള ആളെയും തൊട്ടിപ്പുറത്തെ ആളെയും, തൊട്ടിപ്പുറത്തെ ആളെയും തൊട്ടിപ്പുറത്തെ ആളെയും, തൊട്ടിപ്പുറത്തെയും ഇപ്പുറത്തെ, അതായത് നടുക്ക് വരുന്ന അടുത്തടുത്ത് വരുന്ന 2 സംഖ്യകളെയുമാണ് നമ്മൾ എന്ത് ചെയ്യുക? ജോഡിയാക്കുക. അങ്ങനെയാണെങ്കിൽ നോക്ക്, 6 ടേമുകളാണ് ഉള്ളത്. 6 ടേമുകളാണുള്ളെങ്കിൽ നമ്മൾ ഇതിനെ എത്ര ജോഡികളാക്കാൻ നമുക്ക് പറ്റും? സിമ്പിളാണ്, നമുക്കറിയാം. 6 എണ്ണം ഉണ്ടെങ്കിൽ എത്ര ജോഡിയാക്കാം? 3 ജോഡിയാക്കാം. 8 എണ്ണം ഉണ്ടെങ്കിലോ 4 ജോഡിയാക്കാം. 10 എണ്ണം ഉണ്ടെങ്കിലോ 5 ജോഡിയാക്കാം. സിമ്പിൾ. അപ്പോൾ നോക്കുക, ഇതിനെ നമുക്ക് എത്ര ജോഡിയാക്കാൻ പറ്റും? 6 എണ്ണം ഉണ്ടെങ്കിൽ എത്ര ജോഡിയാക്കാം? 3 ജോഡികൾ ആക്കാൻ പറ്റും. നമുക്ക് എത്ര ജോഡിയാക്കാം? 3 ജോഡിയാക്കാം. നമ്മുടെ ചോദ്യം ഫസ്റ്റും സെക്കൻഡും ടേമിൻ്റെ സം എത്രയാണെന്നാണ്. ഫൈൻഡ് ദ സം ഓഫ് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 72. 1ാം പദത്തിൻ്റെയും 6ാം പദത്തിൻ്റെയും തുക നോക്ക്. ജോഡി ആക്കുന്നത് ഇല്ലെങ്കിൽ പെയർ ചെയ്യുന്നത് ഒന്മാരെ തന്നെയല്ലേ? എത്ര പേരുകളുണ്ട് ഇവിടെ? 3. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, x1 പ്ലസ് x6, 1ാമത്തെ പദം പ്ലസ് 6ാമത്തെ പദം എന്നും വേണമെങ്കിൽ എഴുതാം കേട്ടോ, ഇസ് ഈക്വൽ ടു മൊത്തം 6 പദങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ 72. അതായത് 3 ജോഡികളും കൂട്ടിയാൽ 6 പദങ്ങളുള്ളപ്പോൾ എത്ര ജോഡിയുണ്ട്? 3 ജോഡിയുണ്ട്. അപ്പോൾ 3 ജോഡിയും കൂട്ടിയാൽ 72 കിട്ടും. അപ്പോൾ ഒരു ജോഡിയാണ്, അതിലെ ഒരു ജോഡിയാണ് x1ഉം x6ഉം. അത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര ജോഡിയുള്ളത്? 3 ജോഡിയാണ്. അപ്പോൾ 72നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിച്ച് നോക്കാം.
72നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 24, 24 എന്ന് കിട്ടും. കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായില്ലേ? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് സിക്സ്ത് ടൈം. ഒന്നാമത്തെ ആറാമത്തെ പദത്തിന്റെ തുക എത്ര കിട്ടി? 24. കിട്ടിയോ? കിട്ടി. ദെൻ അടുത്തത് ബി ക്വസ്റ്റ്യൻ. മൂന്നാം പദത്തിന്റെയും നാലാം പദത്തിന്റെയും തുക അല്ലെ, തേർഡ് ടേമിന്റെയും ഫോർത്ത് ടേമിന്റെയും സമ്മ്. തേർഡ് ടേമും ഫോർത്ത് ടേമും നോക്കി. തേർഡ് ടേം, ഫോർത്ത് ടേം, അടിപൊളി. ഇവന്മാർ തന്നെയാണ് നമ്മൾ പേരാക്കിയത് അല്ലേ? തേർഡ് ടേമും ഫോർത്ത് ടേമും അല്ലേ പേരാക്കിയത്? അങ്ങനെയെങ്കിൽ ഈ പേരിന്റെ സമയം എത്രയായിരിക്കും? അതിനകത്തുള്ള ഏത് പേരിന്റെ സമയം എത്ര തന്നെയാ? 24 അങ്ങനെയാണെങ്കിൽ x3യും x4ഉം മൂന്നാമത്തെയും നാലാമത്തെയും കൂട്ടിയാലും എത്ര തന്നെ കിട്ടും? 24 തന്നെ കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ ചോദ്യങ്ങളുണ്ട് ഇല്ലേ? ഉണ്ട്. ചോദിച്ചത് എന്ത് ചെയ്തു? ഇത് ഏകദേശം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതെ. ഓക്കെ. ദെൻ അപ്പം നമുക്ക് 24 എന്ന് ഉത്തരം കിട്ടി. ഇനിയുണ്ടോ ചോദ്യം ബാക്കി? ശ്രേണിയുടെ പൊതുവ്യത്യാസം 2 ആണെങ്കിൽ ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. പല രീതിയിൽ ചെയ്യാം കേട്ടോ, എന്നാലും നമുക്ക് കുറച്ചും കൂടി ഷോർട്ടായിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ശരി, നോക്കാം നമുക്ക്. സി ക്വസ്റ്റ്യൻ ആൻസർ ആണ് എഴുതുന്നത്. x3യും x4ഉം അടുത്തടുത്ത 2 സംഖ്യകളാണ്. ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 24 കിട്ടണം. കാരണം ഓരോന്നും കൂട്ടിക്കഴിഞ്ഞാൽ 24 അങ്ങനെയെങ്കിൽ അടുത്തടുത്ത 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 24 കിട്ടണേ. കോമൺ ഡിഫറൻസ് 2 ആയിരിക്കണം. ആലോചിച്ച് നോക്ക്, ലോജിക്കലായിട്ട് ചിന്തിച്ചാലും കിട്ടും ഈ ഉത്തരം. അല്ലാതെയും കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ അല്ലാതെ ചെറിയ നമ്പർ ആയതുകൊണ്ട് ലോജിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തടുത്ത 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 24 കിട്ടണം. 12ഉം 24 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, കോമൺ ഡിഫറൻസ് 0. ദെൻ ഇനി 24 കിട്ടണമെങ്കിൽ കോമൺ ഡിഫറൻസ് 2 കിട്ടണം. 11ഉം 13ഉം ആയാലോ? 11ഉം 13ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 2 ആണോ? 11ഉം 13ഉം കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 24 കിട്ടും. അങ്ങനെയെങ്കിൽ സി ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എഴുതിക്കൂടെ? ദ നമ്പേഴ്സ് ആർ 11 and 13. കൂട്ടി നോക്ക്. 11ഉം 13ഉം 24 എത്രയാ പൊതുവ്യത്യാസം? ഇത് രണ്ടും കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് 2 കിട്ടും. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ 3 പദങ്ങളാണ്. അപ്പോൾ ബാക്കോട്ട് കുറച്ച് എഴുതിയാൽ മതി. നമ്മുടെ അടുത്ത് എന്തുണ്ട്? ഇതൊന്നും മാച്ചുകളാണ്, ഇവിടെ തന്നെ എഴുതി പോകാം നമുക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അടുത്തടുത്ത 2 ടേമുകൾ 11ഉം 13ഉം ആണെന്നറിയാം. തൊട്ട് പുറകോട്ട് പോകും. 2 കുറയ്ക്ക് 9, അടുത്ത 2 കുറയ്ക്ക് 7 അല്ലേ? ആദ്യത്തെ 3 പദങ്ങൾ ഏതൊക്കെയാണ്? 7, 9, 11. കാരണം ഇത് എത്രാമത്തെ പദമാണ്? ഇത് x3യും ഇത് x4ഉമാണ് അല്ലേ? കാരണം ഇത് രണ്ടും കൂട്ടുമ്പോൾ 24 കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ദിസ് ഈസ് x2 ആൻഡ് ദിസ് ഈസ് x1. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം. ഇത് 3ഉമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ നമുക്ക് എന്തെഴുതാം? 7, 7, 9, 11. ഇറ്റ്സ് എ പെർഫെക്റ്റ് ആൻസർ. ആൻസർ കിട്ടിയോ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടിയില്ലേ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടോ? ഓക്കെ, ചോദ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഉത്തരം ഇതിനകത്തിരിപ്പുണ്ട്. ചോദ്യം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് സുഖമായിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9ാമത്തെ കഴിഞ്ഞു, 10ാമത്തെ കഴിഞ്ഞു. യെസ്, 11ാമത്തെ. 9ാമത്തെ കൺസ്ട്രക്ഷൻ ആയിരുന്നു. 11ാമത്തെ. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ. അതായത് താഴെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ പൊതുവ്യത്യാസം കണക്കാക്കുക. പൊതുവ്യത്യാസം കണക്കാക്കുക. ഏതാണ് സീക്വൻസ്? ഏതാ? -100, -96, -92. എന്തോ പണ്ട് തൊട്ടേ നമ്മുടെ ഒരു പ്രശ്നമാണ്. മൈനസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവൻ വരുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ടക്ക് ടക്ക് ഒരു ഇടിയാണ്. പിന്നെ ആ സാധനത്തിലേക്ക് നോക്കില്ല. എടോ, മൈനസ് സാധാരണ നമ്പറുകൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റുമെന്നേ. അതിനെ പേടിക്കണ്ട. എനിക്കിതിനെ പേടിയില്ല എന്നങ്ങ് വിചാരിക്കുക. അല്ലാതെ ഈ മൈനസ് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ദൈവമേ പെട്ട് എന്ന് ചിന്ത വന്നു. മൈനസ്, ഫ്രാക്ഷന് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനങ്ങളാണല്ലേ ഭൂരിഭാഗം ആൾക്കാർക്ക് കേട്ടോ. പക്ഷെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ ഞാൻ അടച്ചാക്ഷേപിക്കുകയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. ബട്ട് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ ആയതുകൊണ്ട്
എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടത് അങ്ങനെ ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ വെൽ ലിസൺ. അപ്പോൾ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ, പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? തൊട്ട് മുന്നിലത്തെ ടേമിൽ നിന്ന് പുറകിലെ ടേം നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അത്രയേ ഉള്ളൂ. തൊട്ട് മുന്നിലത്തെ ടേം -96 മൈനസ്, ഈ മൈനസ് മറക്കരുത്, മൈനസ് തൊട്ട് പുറകിലെ ടേം -100. ഏത് വേണേലും എടുക്കാം കേട്ടോ, ഇത് രണ്ടുമൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ദെൻ നോക്ക് -96, 2 മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താവും? പ്ലസ് ആകും. ഒരു മൈനസ് എന്താവും? പ്ലസ് ആകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? +100 വിച്ച് ഈസ് ഈക്വൽ ടു -96 +100. രണ്ടും വേറെ വേറെ ചിഹ്നമാണ്. വേറെ ചിഹ്നമാണെങ്കിൽ ഡിഫറൻസ് സൈൻ ആണെങ്കിൽ കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം. എന്നിട്ടോ വലുതിൻ്റെ ചിഹ്നം ഇടണം. 100ൽ നിന്ന് 96 കുറച്ചാൽ 4. വലിയ സംഖ്യ ഏതാണ്? 100. സോ ആൻസർ ഈസ് ഈക്വൽ ടു +4. വി ഗോട്ട് ദ ആൻസർ. ഡി ഈസ് ഈക്വൽ ടു എടുത്തെഴുതാം. ഡി സമം എത്രയാണ്? 4. ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് ഉത്തരം കിട്ടിയില്ലേ? കിട്ടി. അടുത്തത് ചെക്ക് വെദർ 0 ഈസ് എ ടേം ഓഫ് ദ സീക്വൻസ്. 0 ഈ ശ്രേണിയിലെ, 0 ഈ ശ്രേണിയിലെ ഒരു പദമാണോ? എന്തായാലും നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചത് കൊണ്ട് ആ രീതിയിൽ പോകാം. നമ്മൾ 3rd ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് മറ്റു മെത്തേഡുകൾ കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 1ാമത്തെ 2ാമത്തെ പാഠം മാത്രം നോക്കുന്നത് കൊണ്ടും നമുക്ക് നേരത്തെ പഠിച്ച മെത്തേഡിൽ തന്നെ പോകാം. ചെക്ക് വെദർ ടൈം ആണോ എന്ന് ചോദിച്ച സംഖ്യ ഗിവൺ നമ്പർ മൈനസ് ഫസ്റ്റ് ടൈം -100 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 വിച്ച് ഈസ് ഈക്വൽ ടു, അല്ല +1 വേണ്ട, സോറി ടൈം ആണോ എന്നേ ചോദിച്ചുള്ളൂ, എത്രാമത്തെ ആണെന്ന് ചോദിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹരിച്ചു നോക്കാം. മൈനസ് എന്താവും? പ്ലസ് ആവും. 100/4 ഹരിച്ചു നോക്കുക. റിമൈൻഡർ 0 ആണെങ്കിൽ യെസ്, നമുക്കറിയാം ഇത് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25 എന്ന് കിട്ടും. ശിഷ്ടം എന്തെങ്കിലും ഉണ്ടാവോ? റിമൈൻഡർ ഉണ്ടാവില്ല. റിമൈൻഡർ 0 ആയിരിക്കും. റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ് 0 എന്താണ്? ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. 0 ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ എന്താണ്? ഒരു പദമാണ്. ഈ സീക്വൻസിലെ ഒരു പദമാണ്. കിട്ടിയോ? ഓക്കെ. ദെൻ ഇനി എത്രാമത്തെ ആണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ചേർത്താൽ മതി. 25ൻ്റെ കൂടെ 1 കൂട്ടി എന്ന് കിട്ടും 26. 0 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ എത്രാമത്തെ പദമാണ്? 26ാമത്തെ പദമാണെന്ന് നമുക്ക് പറയാം. ഇനി ക്വസ്റ്റ്യൻ, CBSEൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഏതാണ്? 0 വന്നു, നെഗറ്റീവ് നമ്പറാണ് വന്നിരിക്കുന്നത്. -100, -96, -92 കുറഞ്ഞ് വന്ന് 0-ലെത്തി. ഇനി തൊട്ടടുത്ത നമ്പർ എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ ആയിരിക്കും. കാരണം ഇതൊക്കെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, നെഗറ്റീവ് നമ്പറുകളാണ്. ഓക്കെ, 0 വരെ എത്തി. 0 ആണ്. നെഗറ്റീവിനും പോസിറ്റീവിനും നടുക്കിയിരിക്കുന്ന ആളാണ് എന്ത്? 0. അപ്പുറത്തേക്ക് നെഗറ്റീവ്, ഇപ്പുറത്തേക്ക് പോസിറ്റീവ്. അങ്ങനെയെങ്കിൽ 0-ൽ വന്നു. ഓക്കെ, ഇനി തൊട്ടടുത്ത സംഖ്യ 0-ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. 0 + 4 വിച്ച് ഈസ് ഈക്വൽ ടു 4. അടുത്ത നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. കിട്ടിയോ? അടുത്ത നാച്ചുറൽ നമ്പർ, അടുത്ത എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ അടുത്ത എണ്ണൽ സംഖ്യ, എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യ 1 2 3 4. ഓക്കെ, അങ്ങനെ വരുന്ന നമ്പറാണ് എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ഏതാണ്? 4 ആണ്. ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, നമ്മളിതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നു. Sum of first 5 times of an arithmetic sequence is 100. Sum of first 9 times is 360. നമുക്ക് പരിചയമുള്ള സാധനങ്ങൾ. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 100. ആദ്യത്തെ 9 പദങ്ങളുടെ തുക 360മാണ്. സം ഓഫ് 5 ടേംസ്, 5 പദങ്ങളുടെ തുക. മനസ്സിൽ വരണം, 5 ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. എന്ത് വരണം? മിഡിൽ ടേം വരണം. മിഡിൽ ടേം വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? തന്നിരിക്കുന്ന സാധനം വെച്ച് തന്നെ എഴുതാം. എന്താ പറഞ്ഞത്? ആദ്യത്തെ 5 പദങ്ങളുടെ തുക. സം ഓഫ് 5 ടേംസ്, 5 പദങ്ങളുടെ തുക. നമ്മൾ എന്തെഴുതും? പറഞ്ഞേ. യെസ്, 5
അതിൻ്റെ മിഡിൽ ടൈം x3 5x3 ഈസ് ഈക്വൽ ടു എത്രയാ തന്നത് 100. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നെ നമുക്ക് അങ്ങ് എഴുതി തുടങ്ങിയേക്കാം. 5x3 ഈസ് ഈക്വൽ ടു 100. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്ക്, മൂന്നാം പദം കണക്കാക്കുക, അതായത് x3 ആണ് കണ്ടത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദ്യം ചോദിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് സ്റ്റെപ്പ്. ആരെ നമ്മൾ അങ്ങോട്ടേക്ക് തട്ടും? 5നെ അങ്ങോട്ടേക്ക് തട്ടും. 5x3 എന്ന് പറഞ്ഞാൽ 5 × x3 ആണ്, ഗുണിക്കണം. അപ്പുറത്തേക്ക് പോയാൽ എന്താവും? അത് ഹരിക്കണം എന്നാകും. അങ്ങനെയെങ്കിൽ 100 ഹരിക്കണം 5 നിങ്ങൾക്കറിയാം. ഇനി അറിയില്ലെങ്കിൽ ഹരിച്ച് നോക്ക്. 10ൽ 5 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 0 കൂടി ഇട്ടാൽ മതി. സോ ആൻസർ ഈസ് ഈക്വൽ ടു 20. ഇനി എഴുതി ഹരിക്കാനാണ് വിചാരിച്ചു എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കോപ്പി അടിക്കാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ x3 ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി, മൂന്നാം പദം. ഇനി ബി സബ് ക്വസ്റ്റ്യൻ എഴുതാം. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം? അഞ്ചാം പദം എത്രയാണ്? അടുത്ത സ്റ്റേറ്റ്മെന്റിൽ നോക്ക്. സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 9 ടേംസ് ഈസ് 360. ഈ ശ്രേണിയിലെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 360 ആണ്. 9 പദങ്ങളുടെ തുക. സം ഓഫ് 9 ടേംസ്. സം ഓഫ് 9 ടേംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. 9 പദങ്ങളുടെ തുക 9. അതിൻ്റെ മിഡിൽ ടേം ഫിഫ്ത്ത് ടേം വിച്ച് ഈസ് ഈക്വൽ ടു 360. 360 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? 9നെ അങ്ങ് തട്ടും. x5 സമം 360 ഗുണിക്കണം 9നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം 9 ഡിവൈഡഡ് ബൈ 9. ഹരിച്ചു നോക്കാം, ഇല്ലെങ്കിൽ കട്ട് ചെയ്യാം. 9 36ൽ 4 പ്രാവശ്യം അല്ലേ? 9 4 36. അങ്ങനെയെങ്കിൽ ആൻസർ ഈസ് ഈക്വൽ ടു 40. നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ നമ്മുടെ രണ്ട് ചോദ്യങ്ങളും. അഞ്ചാം പദം കണ്ടുപിടിക്കുക, എ ക്വസ്റ്റ്യൻ. മൂന്നാം പദം കണ്ടുപിടിക്കുക, x3 ഈസ് ഈക്വൽ ടു 20. അടുത്തത് എന്താ നമ്മളോട് പറഞ്ഞത്? 20 നമുക്ക് കിട്ടി. അടുത്തത് അഞ്ചാം പദം കണ്ടുപിടിക്കുക, ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു 40. ആൻസർ കിട്ടിയോ? കിട്ടി. ഇനി അടുത്തത് പൊതുവ്യത്യാസം കാണുക. എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അഞ്ചാം പദവും 9ാം പദവും അറിയാം അല്ലേ? അഞ്ചാം പദം എത്രയാ? 20. ഇനി 9ാം പദം എത്രയാണ്? 40. പൊസിഷനും ടേമും അറിയാം, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും പൊസിഷനും ടേമും ഉപയോഗിച്ച്, കാരണം നിങ്ങൾക്ക് കുറേ കൂടി പരിചയമുള്ളതായിരിക്കും. D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇക്വേഷൻ എഴുതണമെന്നൊന്നുമില്ല. ടേം ഡിഫറൻസ്, ടേമുകൾ തമ്മിൽ കുറച്ച് നോക്കുക. 40 - 20 ഡിവൈഡഡ് ബൈ പൊസിഷൻ, സ്ഥാനങ്ങൾ കുറയ്ക്കുക, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. 9 കുറയ്ക്കണം 5. എത്രയാ? 40ൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ 20. 9ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 4 സമം 5. പൊതുവ്യത്യാസം നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. സോ നമ്മുടെ സി ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. സി ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 5. ഇതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള വഴി. ഇനി അടുത്തത് ഡി ക്വസ്റ്റ്യൻ. ഡിയും ഉണ്ട് അല്ലേ? ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ഒന്നല്ലെങ്കിൽ 5ാം ടൈം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ച് പോവുക. ഓക്കെ, കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ല. കാരണം 5 അല്ലേ കോമൺ ഡിഫറൻസ്, കുറയ്ക്കുന്നതല്ലേ കുറേ കൂടി എളുപ്പം. അടുത്ത എത്രയായിരിക്കും? 15. പിന്നെ എത്രയായിരിക്കും? അയ്യോ, എല്ലാം തിരിച്ചെഴുതി കഴിഞ്ഞപ്പോൾ 10 തിരിച്ചെഴുതി. അടുത്ത എത്രയായിരിക്കും? 10 അല്ലേ? കോമൺ ഡിഫറൻസ് 5 അല്ലേ? അടുത്ത വരുമ്പോൾ എത്രയായിരിക്കും? ഇത് എത്രാമത്തെ ടൈമാണ്? 25ാമത്തെ ടൈമാണ്. ഇത് 5ാമത്തെ ടൈം, 4ാമത്തെ ടൈം, 3ാമത്തെ ടൈം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ 5 അല്ലേ? അടുത്ത വന്നാൽ എത്രയാണ്? 0 0 5 10. ശരിയല്ലേ? ഞാൻ എഴുതിയത് തെറ്റിപ്പോയില്ലേ? ലിസൺ. കമൻറ്റ് ചെയ്യാൻ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും, ശ്രമിക്കുക, ക്ഷമിക്കുക. 3ാമത്തെ പദമാണ് 20. 3ാമത്തെ പദം 20 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 ശ്രേണിയിൽ ആദ്യം 3 പദങ്ങൾ എഴുതാനല്ലേ നമ്മൾ പറഞ്ഞോളൂ. കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 40 - 20 എന്ന് പറയുന്നത് 9ാമത്തെ പദവും 5ാമത്തെ പദവും ശരിയാണ്. 40 - 20 20. ദെൻ 9 - 5 എത്രയാണ്? 4. 20 ഹരിക്കണം 4 5. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ കുറച്ച് പോവാം. ഇത് 3ാമത്തെ പദമാണ്. അടുത്ത എത്രയായിരിക്കും? 15 ആയിരിക്കും. അടുത്ത എത്രയായിരിക്കും? 10 ആയിരിക്കും. ആദ്യത്തെ 3 ടേമുകൾ. ഓക്കെ, നിങ്ങളെ ഞാനൊന്ന് കൺഫ്യൂഷനാക്കി, ക്ഷമിക്കുക. ഞാൻ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ 5ാമത്തെ ടേം ഈ 5 കണ്ണിപ്പെട്ടതുകൊണ്ട് അങ്ങനെ എഴുതിപ്പോയതാണ്. ഓക്കെ, വെൽ, സോ ആൻസർ നമുക്ക് എത്ര കിട്ടി? 10 15 20 എന്ന് കിട്ടി. ആദ്യത്തെ
3 പദങ്ങൾ. ക്വസ്റ്റ്യൻ ഡിൻ്റെ ആൻസറുമായി. സിമ്പിൾ. ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. അടുത്ത ചോദ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല അല്ലേ? യെസ്, ഇനിയുണ്ട് ചോദ്യം. യെസ്, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ തന്നിരിക്കുന്നത് 1, 3, 5, 7, 9, 11, 13, 15, 17. എന്താണിത്? ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. ഒരു പാറ്റേൺ, ഒരു സംഖ്യാ പിരമിഡ് അല്ലെങ്കിൽ ഒരു നമ്പർ പിരമിഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ 7th ലൈൻ? 7ാമത്തെ വരിയിൽ എത്ര നമ്പറുകൾ ഉണ്ടാകും? 7ാമത്തെ വരിയിൽ എത്ര നമ്പർ ഉണ്ടാകും എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1ാമത്തെ വരിയിൽ എത്ര പേരുണ്ട്? ഒരാള്. 2ാമത്തെ വരിയിൽ എത്ര പേരുണ്ട്? 3 പേര്. 3ാമത്തെ വരിയിൽ എത്ര പേരുണ്ട്? 1, 2, 3, 4, 5 പേര്. എന്തെങ്കിലും പാറ്റേൺ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പാറ്റേൺ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ. 1ാമത്തെ വരിയിൽ 1, 2ാമത്തെ വരിയിൽ 3, 3ാമത്തെ വരിയിൽ 5. അടുത്ത വരിയിൽ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞു നോക്കിക്കേ. അടുത്ത വരിയിൽ എത്രയാണ്? 1, 3, 5. അടുത്ത ഏതാ? 7, 9, 11, 13. എത്ര വേണമെങ്കിലും എഴുതി പോകാം അല്ലേ? ആവേശത്തിന് കുറച്ച് അധികം എഴുതി പോയെന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് 7th ലൈനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 7ാമത്തെ വരിയിൽ 7ാമത്തെ ടൈം എത്രയാണെന്ന് നോക്കിയാൽ മതി. എഴുതി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ എടുത്തെഴുതാം. 1, 2, 3, 4, 5, 6, 7. ആഹാ, പിന്നെന്താ പ്രശ്നം? 7ാമത്തെ നമ്പർ നമുക്ക് ഡയറക്റ്റ് കിട്ടിയില്ലേ? ഇല്ലേ, നമ്മൾ ആവേശത്തിന് എഴുതിയതാണ്. എന്നാലും നമുക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടി. 7ാമത്തെ നമ്പർ എത്രയാണ്? 13 ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടൈം അറിയാം, കോമൺ ഡിഫറൻസും അറിയാം. സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 7th ടൈം കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ദെൻ ബി ക്വസ്റ്റ്യൻ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ ഫസ്റ്റ് 7 ലൈൻസ് ഓൾ ടുഗദർ? ആദ്യത്തെ 7 വരിയിലും കൂടി എത്ര സംഖ്യ ഉണ്ടാകും? മീൻസ് നമുക്ക് എന്ത്? 1ാമത്തെ വരിയിൽ 1, 2ാമത്തെ വരിയിൽ 3, 5, അങ്ങനെ കൂട്ടി എവിടം വരെ കൂട്ടണം? 13 വരെ കൂട്ടണം. ആണോ? അതായത് 7ാമത്തെ വരിയിലുള്ള നമ്പർ വരെ നമുക്ക് കൂട്ടണം. അങ്ങനെയല്ലേ? 1 + 3 + 5 + അടുത്ത എത്രയാ? 7 + 9 + 11 + 13. എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു പോകാം. അല്ലെങ്കിൽ സം ഓഫ് 7 ടൈംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7 ടൈംസ് ആണോ? യെസ്, 7 നമ്പർ അല്ലേ വരിക? 7 എണ്ണ വരിക. വാട്ട് ഈസ് ദ സം ഓഫ് 7 ടൈംസ്? സം ഓഫ് 7 ടൈംസ് 7 പദങ്ങളുടെ തുക. കാരണം 7 പദങ്ങളാണ് നമുക്കറിയേണ്ടത്. ഒന്നല്ലേ നിങ്ങൾ കൂട്ടിക്കോ, അതൊന്നും പ്രശ്നമില്ല. ബട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. 7 പദങ്ങളുടെ തുക 7x 5. എന്താണ്? 7x 5. x5 7 into x5. 5ാമത്തെ പദം 1, 2, 3, 4, 5. 5ാമത്തെ 7x എത്രയാ വരിക? 7 പദമല്ലേ? 7x4. 7 1 8, 8ൻ്റെ പകുതി 4. അപ്പോൾ 7 × x4 1, 2, 3, 4. 7 × 7 സമം 49. കൂട്ടി നോക്കുകയോ ഇക്വേഷൻ ഉപയോഗിക്കുകയോ ചെയ്യാം. 7x4 = 7 × 7 സമം 49. 49 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത്, ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 7 ലൈൻസ്. നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്ര ആൻഡ് അരിത്തമെറ്റിക് നമ്മുടെ 3ാമത്തെ പാഠം പഠിച്ച ഇതിനൊരു ഇക്വേഷൻ പഠിക്കും കേട്ടോ. ഓഡ് നമ്പറുകളാണ്. ഓഡ് നമ്പറുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? n² ആണ്. n² എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 7 എണ്ണം ഉള്ളപ്പോൾ 7² = 49 എന്ന് എഴുതാം. ബട്ട് ഇപ്പോൾ ഞാൻ ആ പാഠത്തിലേക്ക് പോകുന്നില്ല. ഇനി അടുത്ത ചോദ്യം നോക്ക്. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 7 ലൈൻസ്. ആദ്യത്തെ 7 അതായത് വരികളിലുള്ള എല്ലാ സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? എല്ലാ സംഖ്യകളും കൂട്ടണം. എല്ലാ സംഖ്യകളും. അങ്ങനെയാണെങ്കിൽ എത്ര സംഖ്യ ഉണ്ടാവും? 49 നമ്പറുകൾ ഉണ്ടാവും. ഓക്കെ, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് 49² എന്ന് ചെയ്യാം. ഓക്കെ, സം ഓഫ്, ഇത് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ, സം ഓഫ് n ഓഡ് നമ്പേഴ്സ്. ഇതാണ് എളുപ്പം. വേറെ വഴിയുണ്ട്, വഴിയില്ലാതെ ഒന്നുമല്ല. n ഒറ്റ സംഖ്യകളുടെ തുക
സമം n സ്ക്വയർ. അങ്ങനെയെങ്കിൽ 7 വരികളായിട്ട് 49 നമ്പറുകളാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ 49 സംഖ്യകളുടെ തുക 49 സ്ക്വയർ ചെയ്താൽ മതി. 49 സ്ക്വയർ ഒക്കെ നമ്മൾ കാണാതെ പഠിക്കുന്ന സാധനങ്ങളാണ്. 2401 എന്ന് നമുക്ക് എന്ത് ചെയ്യും, ഈസി വേയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, 49 ടേമുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, 49ാമത്തെ പദം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് 49ാമത്തെ പദം കണ്ടുപിടിക്കുക? 49ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കും? 49ാമത്തെ ഇനി വേണ്ട, അടുത്ത വഴി നോക്കാം. സം ഓഫ് 49 ടൈംസ് അല്ലേ? പഠിച്ച സം ഓഫ് 49 ടൈംസ് പഠിച്ച മെത്തേഡ് തന്നെ ഉപയോഗിച്ചു. കൺഫ്യൂഷൻ ആവണ്ട, സ്കൂളിൽ പഠിക്കുമ്പോഴും ഇത് തമ്മിൽ മാറണ്ട. സം ഓഫ് 49 ടൈംസ് 49 പദങ്ങളാണ് ഉള്ളത്. 49 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 49x 49ൻ്റെ കൂടെ ഒന്ന് കൂട്ട്, അപ്പോൾ എത്ര കിട്ടും? 50. അതിൻ്റെ പകുതി x 25. അപ്പോൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? x 25 കണ്ടുപിടിക്കണം. അതായത് 25ാമത്തെ പദം x 25 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? f + 24d. അതായത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഇത് നിങ്ങൾക്ക് അറിയുന്ന സാധനം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഈ മെത്തേഡ് തന്നെയാണ് ഏറ്റവും എളുപ്പം. എന്ത് ചെയ്താൽ മതി? f + 24d. എഫ് നമുക്കറിയാം, ദാറ്റ് ഇസ് 1 + 24 × d. d എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? 2. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 1 + 42 × 2 48 ആണ്. 48 ഒന്നും നമുക്ക് എന്ത് കിട്ടും? 49 എന്ന് കിട്ടും. 25ാമത്തെ പദം എത്രയാണ്? 49 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ഇവിടെ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു സം ഓഫ് 49 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 49x 25 ആണ്. അങ്ങനെയെങ്കിൽ സം ഓഫ് 49 ടൈംസ് ഞാൻ ഒരിക്കൽ കൂടി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ, ഇസ് ഈക്വൽ ടു 49 × x 25. x 25 എത്രയാണ്? അതും 49. 49 × 49 എന്ന് വെച്ചാൽ 49 സ്ക്വയർ അല്ലേ? നമുക്ക് എത്ര കിട്ടി? 2401 എന്ന് കിട്ടി. ഏത് മെത്തേഡുകൾ വേണമെങ്കിലും ഉപയോഗിക്കുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയത് ആ മെത്തേഡ് യൂസ് ചെയ്തോളുക കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ്, ഇത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സാധനമാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം. ഒരു ക്ലാസ്സിലെ കണ്ടോ, ഇതാണ് പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നത്, ഇത് മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷനായിട്ടോ വരാൻ സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇതും അറിയാം. നോക്ക്, ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും 9 വശമുള്ള ബഹുഭുജങ്ങൾ വരച്ചു. ഓക്കെ, അവയുടെ കോണുകളെല്ലാം സമാന്തര ശ്രേണിയിലായിരുന്നു. അതിൻ്റെ ആംഗിൾസ് എല്ലാം എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസിലാണ്. 9 എന്തുണ്ടാവും? ടേമുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 9 ആംഗിളുകൾ ഉണ്ടാവും. 9 വശങ്ങളുള്ള ഒരു എന്താണ്? ഒരു ബഹുഭുജമാണത്. ദെൻ അനു പറഞ്ഞു എല്ലാ കുട്ടികളും വരച്ച ബഹുഭുജങ്ങളുടെ ഒരു കോൺ തുല്യമാണ്. എല്ലാ കുട്ടികളും വരച്ച ബഹുഭുജങ്ങളുടെ ഒരു കോൺ എന്താണ്? തുല്യമാണ്. നിങ്ങൾ അനുവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? കാരണം വിശദമാക്കുക. All students in a class drawn 9-sided polygon with angles in an arithmetic sequence. Anu commented, one angle of the polygon drawn by each student is the same. Do you agree with Anu's opinion? അനുവിൻ്റെ ആ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കാൻ പറ്റൂ? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് 9 സൈഡുകളുണ്ട്. ഇത് ആണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുക. കാരണം നമുക്കൊന്ന് 8ാം ക്ലാസ്സിലേക്ക് ഒന്ന് പോകേണ്ടി വരും. 8ാം ക്ലാസ്സിൽ നമ്മൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ. ഓർമ്മയുണ്ടോ ഏതാ ഇക്വേഷൻ? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? n-2 × 180 ഇൻറ്റു എന്ന് എഴുതിയേക്കാം. ഇൻറ്റു 180. 8th നിങ്ങൾ പഠിക്കാം. പോളിഗൺസ് എന്ന് പറയുന്നൊരു പാഠം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പഠിക്കുന്ന ഇക്വേഷനാണ് n-2 × 180. അങ്ങനെയെങ്കിൽ ഇവിടെ 9 വശങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 9 - 2 × 180.
9 മൈനസ് വിച്ച് ഇസ് ഇംപ്ലൈസ്, ഓക്കെ ഇങ്ങനെ വരച്ചത് ഇംപ്ലൈസ് എന്നാണ് കേട്ടോ. 9ൽ നിന്ന് 2 കുറച്ചാൽ 7, 7 ഇൻറ്റു 180, 7 ഇൻറ്റു 180 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര, അതായത് ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾ എല്ലാ കോണുകളും കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടുമെന്ന് മനസ്സിലാവും. നിങ്ങൾക്കറിയാം ത്രികോണത്തിന് എത്രയാണ്, 180 ചതുർഭുജത്തിന് ക്വാഡ്രിലാറ്ററലിന് എത്രയാണ്, 360. അതേപോലെ ഇത് 9 വശങ്ങളാണ് ഉള്ളത്. അപ്പോൾ 9 വശങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ അകത്തുള്ള കോൺ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് n-2 ഇൻറ്റു 180. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്. ഇവിടെ 9 സൈഡ് ഉണ്ട്, അതുകൊണ്ട് 9 മൈനസ് 2 ഇൻറ്റു 180. 9ൽ നിന്ന് 2 കുറച്ച് എത്രയാണ്, 7, 7 ഇൻറ്റു 180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഉത്തരം കിട്ടും 1260. വാട്ട് ഇസ് ആൻസർ, 1260 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അനുവിൻ്റെ അഭിപ്രായത്തിലേക്ക് പോവാണ്. അനുവിൻ്റെ അഭിപ്രായം പറഞ്ഞത് ഒരു ആംഗിൾ സെയിം ആയിരിക്കുന്നതാണ്. നോക്ക്, 9 ആംഗിളുകൾ കൂട്ടുമ്പോൾ 1260 കിട്ടണം. അങ്ങനത്തെ എത്ര വേണേലും സീക്വൻസ് എഴുതിക്കൂടെ, റെഗുലർ പോളിഗൺ എന്നൊന്നും നമ്മളോട് പറഞ്ഞില്ല, എല്ലാ വശവും തുല്യമാണ് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. 9 വശമുള്ള രൂപമേ വരച്ചിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്ന പോലത്തെ ആംഗിൾ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക? അല്ല, വ്യത്യാസം ഉണ്ടാകും. കൂട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടണമെന്നേ ഉള്ളൂ, 1260 കിട്ടണമെന്നേ ഉള്ളൂ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സം ഇത്രയാകുന്ന 3 സീക്വൻസ് എഴുതുക അല്ലെങ്കിൽ 4 സീക്വൻസ് എഴുതുക എന്നൊക്കെ. എത്ര വേണേലും നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ 9 കോണുകൾ കൂട്ടുമ്പോൾ, 9 ടൈമുകൾ കൂട്ടുമ്പോൾ 1260 വരുന്ന ഒരുപാട് സീക്വൻസുകൾ എഴുതാം. അങ്ങനെയാണെങ്കിൽ അനു പറഞ്ഞതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യാൻ പറ്റില്ല അല്ലേ? നോ, ഇല്ല. കാരണം വി ക്യാൻ റൈറ്റ് മെനി സീക്വൻസസ്. ഓക്കെ, ഓരോരുത്തരും എഴുതുന്ന ഓരോ ഇൻഡിവിജ്വൽസും ഓരോ കുട്ടികളും എഴുതുന്ന എന്തായിരിക്കും, വേറെ വേറെ കോണുകളായിരിക്കും. എന്തേ കണ്ടീഷനുള്ളൂ, തുക 1260 വരുന്ന എത്ര സീക്വൻസ് വേണമെങ്കിലും ആർക്കും എഴുതാം. ഓക്കെ, എന്തായിരിക്കണം, സം ഷുഡ് ബി 1260. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്ലിയർ ആയില്ലേ? അനൂപ് പറഞ്ഞു എൻ്റെ ബഹുഭുജത്തിൻ്റെ ഏറ്റവും ചെറിയ കോൺ 116 ഡിഗ്രിയാണ്. അനൂപ് വരച്ചതിൻ്റെ, കണ്ടോ, അനൂപിന് വേറെ ഏതാ കിട്ടിയത്, 116 ഡിഗ്രിയാണ്. എങ്കിൽ ആ ബഹുഭുജത്തിൻ്റെ ഏറ്റവും വലിയ കോൺ എത്രയായിരിക്കും? അനൂപിന് 116 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അനൂപിന് ഏറ്റവും ചെറിയ കോണ്, അതായത് ഏറ്റവും ചെറിയ കോണ് എന്ന് പറഞ്ഞാൽ ആ കോണുകൾ സമാന്തര ശ്രേണിയിലാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടേമാണ് എന്ത്, 116 അല്ലേ? ഏറ്റവും ചെറുതല്ലേ ആദ്യം എഴുതുക, അത് കഴിഞ്ഞ് വലുത്, അത് കഴിഞ്ഞ് വലുത്, അതിൻ്റെ മേളിൽ. അപ്പോൾ നമുക്കിവിടെ തന്ന ആ സാധനം എന്താണ്, അനൂപ് തന്ന ഒരു ക്ലൂ എന്താണ്, അതിൻ്റെ ഫസ്റ്റ് ടൈം ആദ്യ പദം എത്രയാണ്, 116 എന്നാണ്. അങ്ങനെയെങ്കിൽ ആ ബഹുഭുജത്തിലെ ഏറ്റവും വലിയ കോൺ എത്രയായിരിക്കും? ലിസൺ, 2-3 മെത്തേഡുകളുണ്ട്. എന്തായാലും നമ്മൾ പഠിച്ച മെത്തേഡിലേക്ക് തന്നെ പോകാം. സം ഓഫ് 9 ടേംസ്, ശ്രദ്ധിക്കുക, സം ഓഫ് 9 ടേംസ്, 9 പദങ്ങളുടെ തുക. കാരണം ഇത് സീക്വൻസിലായിട്ടാണ് എഴുതിയത്, ആണോ? ഈ ബഹുഭുജത്തിൻ്റെ 9 കോണുകളും അരിത്തമെറ്റിക് സീക്വൻസിലാണ്. ആ 9 എണ്ണവും കൂട്ടിക്കഴിഞ്ഞാൽ 1260 കിട്ടും. 9 എണ്ണവും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത്, സം എത്ര എണ്ണം, 9, 9 പദങ്ങളുടെ തുക. ഓക്കെ, കോണ് എന്ന് പറയുന്നത് പദമാക്കി, കാരണം ഓരോ പദവും ഓരോ കോണാണ്. അപ്പോൾ സം ഓഫ് 9 ടേംസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 9x5 is equal to 1260, 1260. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് x5 കണ്ടുപിടിക്കാം. x5 is equal to 1260 ഹരിക്കണം 9നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. 1260 നമുക്ക് എന്ത് ചെയ്യാം, 9നെയും കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. ചെയ്ത് തന്നെ നോക്കാം. നമുക്ക് 1260 ഹരിക്കണം 9, 12ൽ ഒരു പ്രാവശ്യം 9. അപ്പോൾ നമുക്ക് 9, ബാക്കി എത്രയുള്ളത് 3, 36, 4 പ്രാവശ്യം അല്ലേ, 36, 0, 0, ബ്രിങ് ഇറ്റ് ഡൗൺ, 0, 140. x5 എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിൻ്റെ 5ാമത്തെ ടേം എന്ന് പറയുന്നത് 140 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം നമുക്കറിയാം. ഫസ്റ്റ് ടേം എത്രയാണ്? 116 എന്ന് അനൂപ് നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഫിഫ്ത്ത് ടേം 5ാമത്തെ പദം എന്ന് പറയുന്നത് 140 ആണെന്ന് കണ്ടുപിടിച്ചു.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? ഈ പോളിഗണിൻ്റെ ഏറ്റവും വലിയ ആംഗിൾ ഏതാണെന്ന്, അതായത് 9ാമത്തെ ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 9th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ പൊസിഷൻ ഡിഫറൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചോ, ഏത് ഉപയോഗിച്ച്. ഇനി പഠിച്ചത് നിങ്ങൾ മാറ്റി പഠിക്കൊന്നും വേണ്ട. ഓക്കെ, ഏതാണ് പൊസിഷൻ ഡിഫറൻസ്? 140 മൈനസ് 116 ഡിവൈഡഡ് ബൈ ടേം ഡിഫറൻസ്, പൊസിഷൻ ഡിഫറൻസ് 5 - 1, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം, വിച്ച് ഈസ് ഈക്വൽ ടു 140 നിന്ന് 116 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 24 എന്ന് കിട്ടും അല്ലേ? 24 ഡിവൈഡഡ് ബൈ 5 1 കുറച്ചാൽ 4, 24-നെ 4 കൊണ്ട് കുറച്ചാൽ ഹരിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6 എന്ന ഉത്തരം കിട്ടും. എത്ര കിട്ടി? അപ്പോൾ D is equal to 6 എന്ന് കിട്ടി. D is equal to 6, പൊതുവ്യത്യാസം 6 എന്ന് കിട്ടി. ഇനി ഇതിലെ ഏറ്റവും വലിയ കോണ് അരിത്തമെറ്റിക് സീക്വൻസിൽ എഴുതി പോയതാണ്. അപ്പോൾ എത്ര കോണുകൾ എഴുതി? 9 കോണുകൾ എഴുതി. അപ്പോൾ 9ാമത്തെ കോണായിരിക്കും ഏറ്റവും വലുത്. അങ്ങനെയെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ആംഗിൾ 9th ടൈം ഈസ് ഈക്വൽ ടു, സിമ്പിളായിട്ട് 9th ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? F + 8D ആണ്. ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 8 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ഫസ്റ്റ് ടൈം എത്രയാണ്? 116 പ്ലസ് 8 ഇൻറ്റു D നമുക്ക് കിട്ടി. എത്രയാണ്? 6. 116 പ്ലസ് 6 8 48. 116ൻ്റെ കൂടെ 48 കൂട്ടി നോക്ക്. 116 8 6 14 എത്ര കിട്ടും? ആൻസർ എത്ര കിട്ടി? 164 ഡിഗ്രി എന്ന് കിട്ടും. സോ ദ ലാർജസ്റ്റ് ആംഗിൾ എടുത്തെഴുതണം. ദ ലാർജസ്റ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു, ലാർജസ്റ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു 164 ഡിഗ്രി. ഈ ബഹുഭുജത്തിലെ ഏറ്റവും വലിയ കോൺ അങ്ങനെ എഴുതണം. ഏറ്റവും വലിയ കോൺ എത്രയാണ്? 164 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടി. ആൻസർ കിട്ടിയോ? കിട്ടി. ഈ ഒരു ചോദ്യം മാത്രമാണ് നിങ്ങളെ ഒന്ന് വലയ്ക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം. കാരണം 8ാം ക്ലാസ്സിലേക്ക് നമ്മളൊന്ന് എന്ത് ചെയ്യണം? ഒന്ന് തിരിച്ചു പോകണം. ഓക്കെ, ബാക്കി ചോദ്യങ്ങളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യങ്ങളായിട്ട് ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകളുമായിട്ട് വീണ്ടും വരാം. അതേപോലെ കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൺസ്ട്രക്ഷൻ്റെ വീഡിയോസ് ഏറ്റവും അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും നമുക്ക് കാണാം. നന്നായിട്ട് പഠിക്കുക. ടേക്ക് കെയർ.